بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഉളഹിയ്യത്ത് നമ്മുടെ നാടുകളിൽ വ്യാപകമായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ ചുരുങ്ങിയ രൂപത്തിൽ സാധാരണക്കാരുടെ അറിവിലേക്കായി അവരുടെ ഭാഷയിലും ശൈലിയിലും തയ്യാറാക്കിയ ചെറു ചിത്രീകരണം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. ഇനിയിപ്പോ എന്തിനാ തക്ബീറില്ലേ? അതെ, ഇത് ദുൽഹിജ്ജ് 1 മുതൽ 10 വരെ ആട്, മാട്, ഒട്ടകം ഇതിൻ്റെ ഇപ്പം ശബ്ദം കേട്ടാലോ ഇതിനെ കണ്ടാലെല്ലാം തക്ബീറിൽ നല്ല സുന്നത്താണ്. ഈ ഉളിഹ്യത്തിനുള്ള ആട്, മാട് ഇതിനെല്ലാം 2 വയസ്സ് വരെ പോറ്റണം അല്ലേ? പിന്നല്ലാണ്ട് അതിന് നല്ല ആരോഗ്യം വേണം. ഇതെല്ലാം ഉളിഹ്യത്തിന് പറ്റിയത് തന്നെ. കാരണം ഇതിനെ ഇറച്ചി മെലിപ്പിക്കുന്ന രോഗം, പിന്നെ മുടന്ത്, അതുപോലെ തന്നെ ചെവി മുറിയല്, പിന്നെ അങ്ങനത്തെ ന്യൂനതകളൊന്നും ഇതിനില്ലല്ലോ. ഇതെന്തായാലും ഉളിഹ്യത്തിന് പറ്റുന്ന തന്നെ. എടാ നമുക്ക് അതിനെല്ലാം 6 ആൾ ഓടിച്ചല്ലേ ഷെയറിട്ടിന്. നമുക്ക് ഇക്കൊല്ലം ഇവനും കൂട്ടിക്ക് 7 ആളാക്കിയാലേ 7 ആൾ വരെ ആവുന്നല്ല പറയുന്നത്. എടാ ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഈ ആഴ്ച ഗൾഫിൽ പോവാണ്. അതുകൊണ്ട് എൻ്റെ ഷെയർ ഞാൻ വേറെ ആരും ഏൽപ്പിക്കാം. അല്ല, എന്റെ ഫാമിലി ഗൾഫിലല്ലേ, കുടുംബത്തോടൊപ്പം ഇറക്കലാം സുന്നത്ത്. എവിടെ തന്നെ അർത്ഥം? അതെ, അതന്നെ നല്ലത്. പക്ഷെ നമ്മുടെ നാട്ടില് 2 വയസ്സിലെ ആടിന് കിട്ടൽ അത്ര എളുപ്പമല്ല. എൻ്റെ ഉപ്പാക്കും ഷെയർ കൂടാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഉപ്പാന്റെ വസീയത്ത് ഉണ്ടെങ്കിൽ ഷെയറിൽ കൂടാം, അല്ലെങ്കിൽ മറ്റാമല് ഹദിയ ചെയ്യുന്ന പോലെ തന്നെ ഇതും ഹദിയ ചെയ്യാം. പിന്നില്ലേ ദുൽഹിജ്ജ 1 മുതൽ 60 വരെ മുടി അതുപോലെ തന്നെ നഖം കളയാതിരിക്കൽ സുന്നത്തല്ലേ? അതൊന്ന് ശ്രദ്ധിക്കണം. ഉദ്ഹിയ്യത്തിൻ്റെ രൂപം. സമയം സൂര്യോദയത്തിന് ശേഷം ചുരുങ്ങിയ രൂപത്തിലുള്ള നിസ്കാരത്തിനും ഖുതുബക്കും ശേഷം അറവിനുള്ള സമയം ആരംഭിക്കുന്നതാണ്. ഏകദേശം 5 മിനിറ്റ്. 20 മിനിറ്റിന് ശേഷമാണ് അഫ്ളൽ. സുന്നത്തുകൾ: മൃഗത്തെ വെള്ളം കുടിപ്പിക്കുക, വലതുകാലൊഴിച്ച് ബാക്കി 3 കെട്ടുക, മൃഗത്തിൻ്റെ കാല് ഖിബിലയിലേക്ക് വരുന്ന രീതിയിൽ ഇടത് ഭാഗത്തേക്ക് ചെരിച്ചു കിടത്തി അറവുകാരനും മുന്നിടുക. ശ്രദ്ധിക്കുക, കിടത്തിയതിന് ശേഷം ഖിബിലയിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാവരുത്. മൃഗം കാണാത്ത രീതിയിൽ കത്തി മൂർച്ചയാക്കുക. മൃഗങ്ങൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ മറ്റുള്ളവ കാണാത്ത രീതിയിൽ ഉദ്ഹിയ്യത്ത് നടത്തുക. അറുക്കുമ്പോൾ ബിസ്മിയും ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. ഇവക്ക് മുമ്പും ശേഷവും 3 വീതം തക്ബീർ ചൊല്ലുക. ശേഷം ഉടമ അല്ലാഹുമ്മ ഹാദിഹി മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് ചൊല്ലുക. തുടർന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എവിടെ കൊണ്ടുപോകുന്നത്? ദൂരമുള്ള ഒരു ചങ്ങാൻ്റെ അവർക്ക്. ഇത് ഉളുഹിയത്തിന്റെ മാംസല്ലേ? അതെ അതെ. എന്നാ പഠിക്കാനുണ്ട്. ഉളുഹിയത്തിന്റെ മാംസം അങ്ങനെ ദൂരെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് നിർബന്ധമായ ഉളുഹിയത്താണോ സുന്നത്തായ ഉളുഹിയത്താണോ? അതാദ്യം ശ്രദ്ധിക്കണം. നിർബന്ധമായ ഉളുഹിയത്താണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഫക്കീർ മിസ്കീന്മാർക്ക്, സക്കാത്തിന്റെ അവകാശികളായ ഫക്കീർ മിസ്കീന്മാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. പുറമേ നാട്ടിലേക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് ഉളുഹിയത്തിൻ്റെ മാംസം വിതരണം ചെയ്യേണ്ടത്? അറുത്തയാൾ ആ മൃഗത്തിൻ്റെ കരൾ മാത്രം ബർക്കത്തിന് വേണ്ടി ഭക്ഷിക്കുകയും ബാക്കി മുഴുവനും ഫക്കീർ മിസ്കീന്മാർക്ക് സ്വതക്ക കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ രീതി. ഇനി രണ്ടാമതും ഒരു നല്ല രീതി വിവരിക്കുന്നുണ്ട്. അതായത് ആകെ മാംസത്തിൻ്റെ 1/3 വരെ ഇയാളും കുടുംബവും എടുത്ത് ബാക്കി ആ നാട്ടിലുള്ള ഫക്കീർ മിസ്കീന്മാർക്കും അതുപോലെ ധനികന്മാരായ മാന്യന്മാരായ മറ്റ് ആളുകൾക്കും വിതരണം ചെയ്യുക എന്നുള്ളത് അതും നല്ല രീതിയാണ്. ഇനി ഒരാൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട, അതായത് ആ മഹലിലെ സക്കാത്തിൻ്റെ അവകാശികളായ ഫക്കീർ മിസ്കീന്മാർക്ക് ഏകദേശം 1/2 കിലോ സ്വതക്ക കൊടുത്തതിന് ശേഷം മുഴുവൻ എടുക്കുകയാണെങ്കിൽ
അതും അനുവദനീയമാണ്. ഒരാൾ ഉളുഹിയത്ത് അറുക്കാൻ നേർച്ചയാക്കി അങ്ങനെ ഉളുഹിയത്ത് അറുത്തു കഴിഞ്ഞാൽ ആ മാംസം വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ മാംസം മുഴുവനും ആ നാട്ടിലെ സക്കാത്തിന് അവകാശികളായ ഫക്കീർ മിസ്കീന്മാർക്ക് തന്നെ കൊടുക്കണം. ഇയാൾ അതിൽ നിന്നൊന്നും ഭക്ഷിക്കാൻ പാടില്ല. ഇയാൾ ചെലവിനൊടുക്കൽ നിർബന്ധമായ ഭാര്യ മക്കൾക്കും കൊടുക്കാൻ പാടില്ല. അതുപോലെ മറ്റു നാടുകളിലേക്ക് നീക്കാനും പാടില്ല.